ഹായ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ വരട്ടിയതാണ്. ഇതിലേക്കായി ഞാൻ കുറച്ച് ചിക്കൻ, ഏകദേശം ഒരു 3 കിലോയോളം ചിക്കൻ വരുന്നുണ്ട്. ആ ചിക്കൻ നല്ലതായിട്ട് ഉപ്പിട്ട് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. അതായത് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, തക്കോലം, മുഴുവനുള്ള കുരുമുളക്, ഏലയ്ക്ക, പിന്നെ അതേപോലെ തന്നെ പച്ചമല്ലി, വറ്റൽമുളക്, ഇത്രയും സാധനം നമ്മൾ ഈ തേങ്ങയ്ക്കകത്തോട്ടിടും. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. അധികം തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ മതി. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് വരും. പക്ഷേ മല്ലി ഞാൻ അധികം ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമേ മുഴുവനുള്ള മല്ലി ചേർത്തിട്ടുള്ളൂ. അപ്പം ഇതിന് ശേഷം നമുക്ക് ഇത് ഒരുവിധം നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ, നല്ല ഒരു ഇതിൽ ഡാർക്കായിട്ട് മൂത്തെടുക്കണ്ട, അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതിലോട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടിയും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം മൂപ്പിച്ച് റെഡിയാക്കി നമുക്ക് മിക്സിയിൽ പൊടിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് പുരട്ടിയെടുക്കണം. നല്ല മസാല, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ഉപ്പ്, ഒരു ലേശം വിനാഗിരി, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ചിക്കൻ ഒന്ന് പുരട്ടി വെക്കുക. പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഫ്രൈ ചെയ്തെല്ലാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് സബോള, കുറച്ച് ലേശം കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി ഒരു ഹാഫ് ആയിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റണം. അതിനകത്തോട്ട് മസാല, നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിടാം. ചിക്കൻ ഇട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ട് ലേശം തിളപ്പിച്ച വെള്ളം വേണം ഇതിലോട്ട് ഒഴിക്കാനായിട്ട്. ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഇടുന്ന കാണുന്നുണ്ടല്ലോ, അതായത് കുറച്ച് സബോള, ഏകദേശം ഒരു ചെറിയ സബോള ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് മൂപ്പിക്കണം. പിന്നെ കശുവണ്ടി, അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് ഒരു 5-6 എണ്ണം ചതച്ച് അതും കൂടെ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേളിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഈ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് മെസ്സേജ് ഇടുകയോ വേണം. അതേപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്